السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم سؤال المؤمن أو شوكة يشاكها أو شيء يؤذيه يرفعه الله بها يوم القيامة درجة ويكفر عنه بها ذنوبه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വരും. അത് നമ്മൾ സാങ്കേതികമായി പരീക്ഷണങ്ങൾ എന്നാണ് പറയുന്നത്. അൽ ബലാഗ്. ഖുർആൻ വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി തന്നെ നമ്മളെ പഠിപ്പിച്ചു. നമുക്കൊക്കെ കാണാതെ അറിയുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരായത്ത് കൂടിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ എന്ന് തുടങ്ങുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് എന്താ? ഫഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ. അവിടെ ആദ്യം പറഞ്ഞത് ബലാഗ്, പിന്നെ മുസീബത്ത്. ബലാഗ് എന്തുകൊണ്ടൊക്കെയാണ്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഏതെങ്കിലും ഒരു നിലക്കുള്ള ഭയം. വൽ ജൂഇ, വിശപ്പ്. പട്ടിണി എന്നല്ല അർത്ഥം, ദാരിദ്ര്യം എന്നല്ല, കഷ്ടപ്പാട് എന്നല്ല, മറിച്ച് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്നറിയിക്കും. വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ, സമ്പത്തിൻ്റെ കുറവും. വൽ അംഫുസ്, ശാരീരികമായിട്ട്. വസ്സമറാത്ത്, കാർഷിക വിഭവങ്ങൾ കൊണ്ടും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വൽ അംഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവരോട് സന്തോഷ വാർത്ത അറിയിക്കുക. ആ ക്ഷമയുണ്ട് എന്നുള്ളത് എങ്ങനെ പ്രത്യക്ഷത്തിൽ അറിയാം? അത് അള്ളാഹു തൊട്ടടുത്ത് പറയാം. ഫൈദാ അസ്വാബഹും മുസീബത്ത് ഫൈദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊരു സമാധാനമാണ്. ഒരാൾ മരിച്ചു, വാഹനം തട്ടി, അല്ലെങ്കിൽ അത്യാഹിതമുണ്ടായി എന്നൊക്കെ കേൾക്കുമ്പോൾ അതിന് ദുആ ചെയ്യല്ല ചെയ്യുന്നത്. അതിന് ദുആ എന്നല്ല പറയാം, അതിന് ഇസ്തിർജാ എന്നാണ് പറയുക. ആ പറയുന്നതിന് ഇസ്തിർജാ എന്ന് പറയും. ദുആ പിന്നെന്താ? അതിന് ശേഷമുള്ള അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, അള്ളാഹുവേ ഈ മുസീബത്തിൽ എനിക്ക് നീ കൂലി തരണേ, കാരണം ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, അതിനേക്കാൾ നല്ലത് പകരം നൽകണമെന്ന്. ഇങ്ങനെയുള്ള ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലാ യസാലുൽ ബലാഉൽ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി, വിശ്വാസിയുടെയും ജീവിതത്തിൽ ബലാവുകൾ വന്നുകൊണ്ടേയിരിക്കും. ഏതൊക്കെ? ഫീ ജസദിഹി, അയാളുടെ ശാരീരികമായ അവസ്ഥയിൽ. വ മാലിഹി, സമ്പത്തിൻ്റെ ഇനത്തിൽ. വ വലദിഹി, മക്കളുടെ ഇടയിൽ. ഹത്താ യൽഖല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ കാണുന്നത് വരെ. വ മാ അലൈഹി മിൻ ഖതീഅത്തിൻ, അയാളുടെ ജീവിതത്തിൽ ഒരു പുള്ളി പോലും പാപത്തിൻ്റെതായില്ല. നമ്മളൊക്കെ പറയാമല്ലോ, ഒരു വെളുത്ത വസ്ത്രം ധരിച്ച് 2-3 ദിവസം എടുത്തിട്ട് അതൊന്ന് ഏത് രൂപത്തിലുള്ള ഡിറ്റർജൻറ്റ് പൗഡർ ഉപയോഗിച്ചോ സോപ്പ് ഉപയോഗിച്ചോ കഴുകിയിട്ട് പോയിട്ടില്ലെങ്കിലും അതൊന്ന് അലക്കുകല്ലും വെച്ചിട്ട് 2 അടി അടിക്കുമല്ലോ. ഇതിനാണ് ബലാഗ്, പരീക്ഷണങ്ങൾ എന്ന് പറയുക. അങ്ങനെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടായാൽ നമ്മളൊക്കെ പലപ്പോഴും 2 രൂപത്തിലാണ്. രോഗം വന്നാൽ ഇബാദത്തുകളുടെ കാര്യത്തിൽ അലസത കാണിക്കുന്ന ആൾക്കാർ, കിട്ടിയ ചാൻസ് മുതലാക്കുന്ന ആൾക്കാരുണ്ട്. വേറെ കുറേ ആൾക്കാരുണ്ട് പടച്ചോനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആശങ്കയുള്ള, ആകുലതയുള്ള ആൾക്കാർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സുദാ ഉൽ മുഅ്മിനി, ഒരു വിശ്വാസിയുടെ തലവേദന. ചിലപ്പോൾ ഭയങ്കര തലവേദന എന്ന് പറയും. തലവേദന ഒരു നിസ്സാര രോഗമൊന്നുമല്ല. ഏതിൻ്റെ ഘട്ടത്തിൽ സഹിക്കുന്നത് കൊണ്ടും ക്ഷമിക്കുന്നതും മാറാത്തതുകൊണ്ടല്ല, മറിച്ച് ആ ഒരാൾക്കൊരു തലവേദന ഉണ്ടെന്ന് ചോദിച്ചോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഔ ഷൗക്കത്തുൻ, അല്ലെങ്കിൽ ഒരു മുള്ളു തറച്ചു. യുഷാഖുഹ ഔ ഷൈഉൻ യുഅദീഹി, അല്ലെങ്കിൽ മുള്ളു തറച്ചുണ്ടായ പ്രയാസങ്ങൾ കാരണമോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ നേരിട്ടാൽ യർഫഉഹു അല്ലാഹു ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നാളെ അയാൾ എന്ത് ചെയ്യും? യർഫഉഹു, അയാൾ ഉയർത്തും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. ദറജത്തൻ, ഒരു പദവി. വ യുകഫിറു അൻഹു ബിഹാ ദുനൂബഹു, അതോടൊപ്പം തന്നെ അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കുകയും ചെയ്യും. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, യഖൂലുല്ലാഹു തആല അസ്സ വജല്ല, അജയ്യനും പ്രതാപിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം, ഇന്നി ഇദാ ഇബ്തലൈതു അബ്ദൻ മിൻ ഇബാദി മുഅ്മിനൻ,
വിശ്വാസിയായ എൻ്റെ അടിമകളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ ഞാൻ പരീക്ഷിച്ചാൽ ഫഹമിദനി അലാ മാ ഇബ്തലൈതുഹു, എന്നിട്ട് ആ പരീക്ഷണത്തിൽ എന്ത് ചെയ്തു? ആ മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, അത് ക്ഷമിച്ചു എന്നർത്ഥം. ഫഇന്നഹു യഖൂമു മിൻ മൽജഇഹി ദാലിക കയൗമിൻ ഉലിത്തുഹു ഉമ്മുഹു മിൻ ഖതായാഹ. അങ്ങനെ അയാൾ രോഗം, ഒരു പനിയാന്ന് വിചാരിച്ചു, തലവേദന, മറ്റെന്തെങ്കിലും പ്രയാസം, ആ പ്രയാസത്തിൽ അയാൾ കിടക്കുകയും എന്നിട്ട് ആ രോഗശൈലിയിൽ നിന്ന് രോഗം മാറി അയാൾ എഴുന്നേൽക്കുകയും ചെയ്താൽ തൻ്റെ ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സുരക്ഷിതനായിരിക്കും അയാളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. വയഖൂലു റബ്ബു അസ്സ വജല്ല, അജയ്യനും പ്രതാപിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന ഖയ്യത്തു അബ്ദി ഫബ്തലൈതു അജ്റഹു ലഹു കമാ കുന്ത തർജൂന ലഹു വഹുവ സ്വഹീഹുൻ. ഞാൻ ആ മനുഷ്യനെ പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിൽ അയാൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ അയാൾ സിഹത്തുള്ള സ്വഹീഹായ കാലത്ത് എന്തെല്ലാം ഇബാദത്തുകളും അമലുകളും ചെയ്തിട്ടുണ്ടായിരുന്നു, അതേ അമലുകൾ അയാൾ രോഗാതുരനായി കിടക്കുമ്പോഴും അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തുവാണ് സാധാരണ നമ്മൾ പറയാറില്ലേ, സമ്പത്ത് കാലത്ത് കാവത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ആയ കാലത്ത് എന്തെങ്കിലും ചെയ്താൽ അത് പോകുന്ന കാലത്ത് നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഇന്ന് നമുക്ക് കഴിയും എന്തും ചെയ്യാൻ. നമ്മളൊന്ന് നെയ്യത്ത് വെച്ചാൽ അത് നമുക്ക് സാധ്യമാവുകയും ചെയ്യും. നന്മകൾ ചെയ്യാനുള്ള നെയ്യത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. തിന്മകളോട് രാജിയാവാനുള്ള നെയ്യത്തും നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ വിപൽഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും ക്ഷമിക്കാനും സഹിക്കാനും ആ ക്ഷമയ്ക്കും സഹനത്തിനും പകരമായി നന്മകൾ കൊയ്തെടുക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി ഉറച്ചുവെച്ച് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ സദസ്സിലുമുള്ള മുഴുവൻ രോഗികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായിട്ടുള്ള സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതത്തിന്റെ അവസാനം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസവും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങൾ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.
العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.